ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷുട്ടൈം. നമ്മളിന്ന് ആപ്പിൾ കൊണ്ടൊരു കിഡിലൻ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. പുഡിംഗ് എന്നോ ഡിസേർട്ടെന്നോ എന്ത് പേരിലും വിളിക്കാം. അടിപൊളിയാണ് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിലാണ്. പെട്ടെന്ന് വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നാൽ നമുക്കൊന്ന് റെഡിയാക്കി നോക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ കാഷ്യൂനട്ട് ഞാൻ ഇതേപോലെ ചെറിയ നുറുക്കി ഇട്ടിട്ടുണ്ട്. ഒരു 10 ഉണ്ട്. അതിലേക്ക് ഒരു 10 കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുക. ഉണക്കമുന്തിരിങ്ങ കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് നിറം മാറി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ആപ്പിൾ കഷ്ണങ്ങൾ അതിലിട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഈ നെയ്യിൽ കിടന്ന് ഈ ആപ്പിൾ സോഫ്റ്റ് ആവും. അതുവരെ നമുക്കിട്ട് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇനി നന്നായിട്ട് മെൽറ്റ് ആവണം. അപ്പോൾ ആ മധുരമെല്ലാം ഈ ആപ്പിളിലൂടെ പിടിക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം മധുരമുള്ള ആപ്പിളാണ് കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് ഒരു 2 പിഞ്ച് ഗ്രാമ്പൂവിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതേപോലുള്ള ബിസ്ക്കറ്റ് ഞാനൊരു 12 എടുത്തിട്ടുണ്ട്. ഏത് ബിസ്ക്കറ്റും എടുക്കാം. ക്രീം ബിസ്ക്കറ്റ് ഒഴിച്ച് ഏത് ബിസ്ക്കറ്റും എടുക്കാം. അത് ഇതേപോലെ പൗഡർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഞാനിപ്പോൾ ഇവിടെ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. അപ്പോൾ ഇതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1.5 കപ്പ് പാലിലാണ് ഈ മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഗ്യാസിൽ വെക്കുന്നതിന് മുന്നേ ഇതിൻ്റെ കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്യാസിലേക്ക് വെക്കുക. ഗ്യാസിൽ വെച്ചാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. കാര്യം ഇത് കസ്റ്റേർഡ് പൗഡർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതങ്ങ് കട്ടിയാവും. അപ്പോൾ അടിക്ക് പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ തുടരെ ഇങ്ങനെ കൈ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് മതി. ഇനി നമുക്കതിൻ്റെ ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇത് ആയിട്ടുണ്ട്. നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. എന്തും നമുക്ക് എടുക്കാം. ആദ്യമേ തന്നെ നമുക്കതിലേക്ക് ഈ കസ്റ്റേർഡിൻ്റെ കൂട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് മുകളിൽ നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് എടുക്കാം കേട്ടോ. ബിസ്ക്കറ്റ് ഏത് ഫ്ലേവറും ആവാമേ. ചോക്ലേറ്റ് നമ്മൾ ഈ ക്രീം ബിസ്ക്കറ്റ് ഒന്നും ഉപയോഗിക്കരുതെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചോക്കോ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ പഞ്ചസാര ലൈനിൽ നന്നായിട്ട് വരട്ടി വെച്ചിരിക്കുന്ന ആപ്പിളിൻ്റെ ആ കൂട്ടുണ്ടല്ലോ, അത് ഇതിൻ്റെ 3ാമത്തെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ കസ്റ്റേർഡിൻ്റെ ആ കൂട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ഇനിയും നിറയെ അതിൻ്റെ മുകളിൽ ഈ കസ്റ്റേർഡിൻ്റെ കൂട്ട് വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ബിസ്ക്കറ്റിൻ്റെ പൗഡർ അതിലേക്ക് സൈഡിൽ വെച്ച് കൊടുക്കാം. നമ്മളിനി മുകളിലൊന്ന് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നടുക്ക് നമുക്ക് ആപ്പിളിൻ്റെ ആ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് കഴിഞ്ഞ് കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ആപ്പിളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. കാണാൻ തന്നെ നല്ല ഓരോ ലെയറായിട്ടായതുകൊണ്ട് തന്നെ കാണാനും നല്ല രസമാണ്. ടേസ്റ്റും അടിപൊളിയാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ ആപ്പിൾ സീസണാണ്. അപ്പോൾ സുലഭമായിട്ട് നമുക്ക് മാർക്കറ്റിൽ ആപ്പിളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടീസൊക്കെ വീണ്ടും ചോദിച്ച് വാങ്ങിക്കും. അത്ര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ല് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.